ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് സേഡി ഗെയിമാണ്. ഗൈസ്, ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ റോബറിയിൽ നമ്മളെ കാറൊക്കെ അടിച്ച് മാറ്റിയായിരുന്നു സൂപ്ര. ഇനി നമുക്ക് നമ്മുടെ ഷോറൂമിൽ ബൈക്കുകളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്, അതും കേറ്റും ബൈക്സാണ്. നമുക്ക് നേരം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, ഇപ്പോൾ നമ്മളങ്ങനെ ഒരു അടിപൊളി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മളെ ഗോൾഡൻ സൂപ്ര വിറ്റ പൈസയ്ക്ക് കുറച്ച് ഉടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഗൈസ്, നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ലെംബോർഗിനൊക്കെ വന്ന് കിടക്കുന്നത് എന്താണെന്ന് പറയാൻ വയ്യ. നമുക്ക് എന്നാലും നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാം. നമ്മളാ സൂപ്പർ ബാക്കിൽ കിടക്കുകയാണ് ഗൈസ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ലൈക്ക് അടിച്ചിട്ടില്ല, ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, സബ് കൂടി ചെയ്തങ്ങ് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിടുന്ന വീഡിയോ എല്ലാം ഇപ്പോൾ ഡൗൺ ആണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഒരു 100 ലൈക്കെങ്കിലും എനിക്ക് തരണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എന്തായാലും നേരെ നമ്മളെ ബൈക്ക് എടുത്തിട്ട് നേരെ നമ്മളെ ഷോറൂമിലോട്ട് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് മാന്യമായിട്ടൊക്കെ പെരുമാറാം. എന്നിട്ട് അവിടുത്തെ കണ്ടീഷനൊക്കെ നോക്കും ഗൈസ്. ഇപ്പോൾ നമ്മളങ്ങനെ ഷോറൂമിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങ് പോകാം, അങ്ങ് പോകാൻ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ബൈക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് നടന്നു പോകാം. എന്നിട്ട് അകത്ത് കയറിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഗൈസ്. ഇതിപ്പോൾ നമ്മളങ്ങനെ നടന്നൊക്കെ അതിൻ്റെ അകത്ത് കയറയാണ്. ഇതാണ്ട് ഇപ്പം ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ വണ്ടികൾ. ഡ്യൂക്ക്, KTM, കവാസാക്കി, പിന്നെ എന്തോ ZX 10R ആണ് ഗൈസ്. ഇപ്പോൾ ആൾക്കാർ നമുക്ക് എന്തെങ്കിലും കാര്യം ചോദിച്ചു നോക്കാം. സാറേ, പിന്നെ എനിക്ക് ഇവിടുത്തെ കാവാസാക്കിയുടെ ഒരു വണ്ടി വേണമായിരുന്നു. എത്ര രൂപയാണ്? കാവാസാക്കിയുടെ വണ്ടി ആണെങ്കിൽ 1 കോടി 2 കോടിയൊക്കെ രൂപ വരും. ഈ കാവാസാക്കിയുടെ വണ്ടി ഇപ്പോ ഇവിടെ നമ്മുടെ ഷോറൂമിൽ കുറവാണ്. സാറായിട്ട് തരാം, 1 കോടിക്ക് ഞങ്ങൾ തരാം സാർ. ഓ, അങ്ങനാണല്ലേ. ഓ, ശരി എന്നാ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇപ്പോൾ ഇവർ പറയുന്നത് നമ്മളെ കാവാസാക്കിയുടെ വണ്ടിക്ക് ഭയങ്കര വിലയാണെന്നാണ്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല സാറേ, നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തരാൻ പറ്റത്തില്ല. ഇവിടുത്തെ സാറ് പറഞ്ഞേക്കുന്നത് ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കേണ്ടതാണ്. ഇവിടുത്തെ മാനേജർ പറഞ്ഞേക്കുന്നത് സാറിന് വാങ്ങുകയാണെങ്കിൽ തരാം. ഓ, അങ്ങനാണോ? അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവിന് തരത്തില്ലെന്നാണ്. നമുക്ക് നൈസായിട്ട് ഇവന്മാരെ ഇടിച്ചിട്ടേക്കാം. നമുക്ക് തരത്തില്ല അല്ലേ? എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് മരിക്കാൻ തയ്യാറായാലും നമുക്ക് എന്തായാലും ഇവനെ അങ്ങ് തൊട്ട് കിട്ടേക്ക് ഇവിടെ വെച്ച്. ഇടാ, നിങ്ങൾ എന്നെ ഇട്ടിരിക്കുന്നു. ഇതിപ്പോൾ നമ്മളങ്ങനെ പതുക്കെ നൈസായിട്ട് തട്ടിയിട്ടുണ്ട്. അമ്മ രണ്ടിടത്തായിട്ട് കിടന്നുണ്ട്. പെട്ടെന്ന് നമ്മളെ KTM എടുത്തുകൊണ്ട് പോകണം. KTM എടുത്തുകൊണ്ട് പോകണ്ട, നമുക്ക് കാവാസാക്കി എടുക്കാം. കാവാസാക്കി എടുത്തിട്ട് ബാക്കി വണ്ടികളൊക്കെ അടിച്ച് മാറ്റാം ഗൈസ്. നമുക്ക് ഇതിൽ നേരെ കാവാസാക്കി എടുക്കും. ഇവന്മാർ പോലീസ് അങ്ങനെ വിളിച്ച് വരുത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് നമുക്ക് ഇവിടെ സ്ഥലം കാര്യം. ഇവിടെ അങ്ങനെ ആരെങ്കിലും കണ്ടുകൊണ്ട് അവിടെ ഒരുത്താൻ നിപ്പുണ്ട് ഗൈസ്. അവൻ കണ്ടില്ല കേട്ടോ. നമുക്ക് ബൈക്ക് വാങ്ങുന്ന രീതിയിൽ പോകാം. ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 3 വണ്ടികളാണോ? നമുക്ക് ഇതും അടിച്ചു മാറ്റണം. എനിക്ക് KTM RC 390 ആണ് വേണ്ടുള്ളത്. ഇതിന് ടെസ്റ്റ് ഡ്രൈവ് തരുമോ? സോറി സാർ, ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് തരാൻ പറ്റത്തില്ല. വേറൊരു സാറും കൂട്ടരുമായിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയേക്കാണ്. അതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവിന് തരാൻ പറ്റും. ഓ, അങ്ങനാണല്ലോ. ഒരു കാര്യം ചെയ്യും, താനങ്ങ് മരിച്ചേരാ കേട്ടോ. താനങ്ങ് മരിച്ചേരാ. ഇപ്പോൾ നമ്മൾ നൈസായിട്ട് അവനെ മുറ്റുകാൽ ഇടിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് നമ്മളെ വണ്ടി എടുത്തിട്ട് സ്ഥലം കാലിയാക്കാം. നമ്മളെ KTM എടുത്തിട്ട് സ്ഥലം കാലിയാക്കാം. എന്നിട്ട് നമുക്ക് രാത്രി വന്നിട്ട് വണ്ടി അടിച്ച് മാറ്റാം ഗൈസ്. അതായിരിക്കും ബുദ്ധി. നമുക്ക് വണ്ടി അടിച്ച് ഇവനെ ഇടിക്കില്ല തന്നെ. നമുക്ക് ബാക്ക് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാം. അവനവിടെ ഇവിടുത്തെ ആൾക്കാർ ഡേഞ്ചറൊന്നും അല്ല കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഇവർ അനങ്ങുന്ന പോലുമില്ല. ഇപ്പോൾ നമ്മളങ്ങനെ 3 വണ്ടികൾ അടിച്ച് മാറ്റി. ഒന്ന് KTM RC 390, പിന്നെ ZX 10R, പിന്നെ നമ്മുടെ കവാസാക്കി. ഇപ്പോൾ നമ്മളങ്ങനെ രാത്രിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സൊക്കെ എനിക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ നേരത്തെ പോയ ഡ്രസ്സ് വേണ്ട. ഇപ്പോൾ നമ്മളങ്ങനെ കള്ളൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. കറുത്ത തൊപ്പി, കറുത്ത മാസ്ക്, കറുത്ത ഉടുപ്പ്, കറുത്ത പാൻറ്റ്, പിന്നെ ഒരു മഞ്ഞ ബാഗ്. അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും വേറെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ആളെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇപ്പം രാത്രി ഒരു 1 മണി ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ റോബറി ചെയ്തപ്പം ഒരു 12 മണിക്കായിരുന്നു ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ ആരെയൊന്നും കാണുന്നില്ല. ഇവിടെ ഇപ്പം ആരെയും കാണുന്നില്ല. 12 മണിക്ക് ഇവിടെ ആളുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ ഗൈസ്? ഇവിടെ ഒരൊറ്റ മനുഷ്യനെ കാണുന്നില്ല. ബൈക്കുകൾ മാത്രമേ കാണുന്നുള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇതാണ്ട് ഈ KTM ഡ്യൂക്ക് അടിച്ച് മാറ്റാം. നമ്മൾ മറ്റേ വണ്ടി അടിച്ച് മാറ്റിയതാണ്. അതെന്ത് വീണ്ടും വന്നു ഗൈസ്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോകാം.
ഓ ഇവിടെ കാറൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, എന്തായാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ റോബറി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ KTM RC2 അല്ല KTM അല്ല ഡ്യൂക്ക് നമുക്ക് ഒതുക്കിയിടാം. നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് ഒതുക്കിയിടാം. വണ്ടി കൊണ്ടിച്ച് ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വണ്ടി ഒതുക്കി നിർത്താം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്തിട്ട് സബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.